കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നാണ്. പേരാമ്പ്ര ടൗണിന് സമീപത്ത് കാട്ടാന ഇറങ്ങി എന്നുള്ളതാണ്. കാട്ടാന ഇറങ്ങി? അതെ അതെ. ടൗണിലോ? അതെ, പേരാമ്പ്ര ടൗണിന് സമീപം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഷാഹിദ് റഹ്മാനിലേക്ക് കടക്കാം. ഇങ്ങനെ സ്ഥിരമായി പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ തീരദേശത്തെ പ്രശ്നങ്ങളൊക്കെ, കാട്ടാനയ്ക്ക് എന്തോന്ന് ഓണം, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ. അതുപോലെ ഉള്ളൊരു വാർത്തയാണ്. ജനവാസ മേഖലയിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കാട്ടാന എത്തിയത് എന്നുള്ളതാണ് വിവരം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഷാഹിദ് റഹ്മാൻ പേരാമ്പ്രയിൽ നിന്ന് തത്സമയം അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാഹിദ്, എന്താണ് സംഭവിച്ചത്? നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? ഇപ്പോഴും ആശങ്കയോടെ തുടരേണ്ട നിലയുണ്ടോ? തുടർച്ചയായി ഈ വന്യമൃഗ ഭീഷണിയുള്ള പ്രദേശമാണോ? എന്താണ് നാട്ടുകാർ പറയുന്നത് ഷാഹിദ്? റിജിത്ത് SKN, നിലവിൽ ചെറിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇവിടെ ഉണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഇത് ഏത് ഭാഗത്തേക്കാണ് വരിക എന്നത് സംബന്ധിച്ചൊരു കൃത്യതയില്ല എന്നുള്ളതാണ്. നിലവിൽ ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ ആന ജനവാസ മേഖലയിൽ, അതായത് ഇവിടുത്തെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ റോട്ടിലേക്ക് ആന ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ CCTV ദൃശ്യങ്ങളുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇവിടെ നിൽക്കുകയാണ്. അപ്പം അവർക്കൊപ്പമാണ് ഉള്ളത്. അപ്പം ഇതിന്റെ മുകളിലായിട്ട് ഈ റോഡും അതുപോലെ തന്നെ തൊട്ട് സമീപത്തായിട്ട് മറ്റൊരു റോഡുമുണ്ട്. അപ്പം ഈ 2 ഭാഗങ്ങളിൽ ഇതിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ആന ഇറങ്ങി വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ്, അതുപോലെ തന്നെ RRT, അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഏത് ഭാഗത്താണ് ഇപ്പോൾ ഇത് കയറിയിട്ടുള്ളത്? അങ്ങനെ ആന പൈതോത്ത് ഭാഗത്തു കൂടിയാണ് ആന വന്നിട്ടുള്ളത്. കറക്റ്റായിട്ട് വന്ന വടക്കേൽ സിൽവർ കോളേജിന്റെ കുറച്ച് പുറകിലായിട്ട് വടക്കേൽ അമ്പലത്തിന്റെ മുന്നിൽ കൂടെ വന്നിട്ട് നേരെയാണ് കയറിയത്. മുകളിൽ കയറി കഴിഞ്ഞ് രാവിലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നത്, അത് മറ്റേ മുളക് പൊട്ടിച്ച് കഴിക്കുന്നതാണ് ആളുകൾ കണ്ടത്. ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഒരു പ്രാവശ്യം അത് ഇങ്ങോട്ട് ഇറങ്ങി ഓടിയാരോ, അതിൽ മറ്റേ ഫോറസ്റ്റിലൊരു ഉദ്യോഗസ്ഥൻ വീണിട്ട് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും മുകളിൽ തന്നെയുള്ള ആളുകൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. പിന്നെ വെച്ചാൽ ആന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്ത് ചെയ്യുക വെച്ചാൽ അതിൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് ആനേനെ ആൾ കണ്ടിക്കില്ല, മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൾ കാണുന്നുണ്ട് ആനേൻ്റെ അടുത്തുകൂടിയാണ് പോയെന്നുള്ളത്. അതോടുകൂടി വരുന്ന ആളുകളെ കംപ്ലീറ്റ് അങ്ങോട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് വാഹനമൊക്കെ ഇതിൽ പോകുന്നുണ്ടായിരുന്നു, ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. നിലവിൽ ഈ 2 വഴികളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഇന്ന് ഇതിനെ താഴെ ഇറക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കാട്ടിലേക്ക് പറഞ്ഞുവിടാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉള്ളത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഓണമാണെന്നൊന്നും ആനയ്ക്ക് എന്തായാലും അറിയില്ല. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് ഗൗരവമുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആന കാട് കയറുമോ എന്നുള്ള കാര്യം.